ഇൻസ്റ്റൻറ്റ് പുൽക്കൂട്. അപ്പം ഇത് ഒരു സെറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ട്രീയിലും അതുപോലെ തന്നെ ഡോസിലും ഒക്കെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്ന ഒരു മെയിൻ താരമാണ് ഈ പേപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. പേപ്പറിൽ നമുക്ക് വാൽ നക്ഷത്രങ്ങളുണ്ട്. എന്നെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തൊരു സംഭവമാണിത്. ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു കാഴ്ച നോക്കിക്കുക, ആ ഒരു നാച്ചുറൽ ഫീൽ അടുത്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ബ്രോഡ്വേയിലാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്മസ് അടുത്തു. അതിൻ്റെതായിട്ടുള്ള ബഹളങ്ങളും കച്ചവടങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു കാഴ്ചകളിലേക്ക് തന്നെയാണ്. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ജോലിയുടെ ഇടയ്ക്കൊന്ന് ഇറങ്ങിയതാണ്, നമ്മുടെ ഓഫീസിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ച നമ്മുടെ എറണാകുളത്തുള്ള ബ്രോഡ്വേയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ്. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ട്രീ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 4 അടിയുടെ ട്രീ ആണ്. 250 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ട്രീയുടെ പ്രൈസ് ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. വിവിധ സാന്റാ ക്ലോസ് കാണുന്നുണ്ട് ഇവിടെ. LED സ്റ്റാറുകളുടെ ഒരു കളക്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയും നമുക്ക് LED സ്റ്റാർസ് നമുക്കിവിടെ ലഭ്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ട്രീസ് നമ്മൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ട്രീസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പുൽക്കൂടുകൾ. പണ്ടൊക്കെ നമ്മൾ പുൽക്കൂടുകൾ നമ്മൾ ഉണ്ടാക്കിയത് ഇന്ന് ഇൻസ്റ്റൻറ്റ് പുൽക്കൂടുകളാണ്. പുല്ല് വരെ അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് ആണ്. അതുതന്നെ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുട്ടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് സ്ക്രൂ ചെയ്യാവുന്ന ടൈപ്പാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് പല ഹൈറ്റിലുള്ള ട്രീസ്, റെഡിമെയ്ഡ് ട്രീസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിവിടെ നമുക്ക് വരുന്നത് നേരത്തെ കണ്ട LED സ്റ്റാർസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കണ്ണോടിക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. അതുകൊണ്ട് നമ്മൾ ഇരുട്ട് തുടങ്ങുന്നതിന് മുന്നേ എടുത്തത്. ഇവിടെ നമുക്ക് നോക്കുമ്പം ഒരുപാട് സീരിയൽസ് ലൈറ്റ്സുകളുടെ ഒരു കേന്ദ്രമാണ്, ഒരു കളക്ഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള സ്റ്റാർസുകൾ ഇവിടെ കാണുന്നുണ്ട്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ ഒരു സമയത്ത് ഇത്രയും ഭംഗിയാണെങ്കിൽ രാത്രിയാകുമ്പോൾ എന്തായിരിക്കും അല്ലേ ഭംഗി. അപ്പോൾ എന്തായാലും നമുക്ക് തീർന്നില്ല, ഈ ഒരു ഭാഗത്തെ വിശേഷം തീരുന്നില്ല. വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അഗെയിൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പല സൈസസിലുള്ള റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീസ് ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ കോഡുകൾ വെച്ചേക്കാണ്. അപ്പോൾ ഈ ഓരോ കോഡുകൾക്കും ഓരോ പ്രൈസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നമുക്ക് സാന്റാക്ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ക്രിസ്മസ് ബോൾസ് ആണ്, പല ടൈപ്പ് ഓഫ് ബോൾസ് ആണ്. ഇത് പല കളേഴ്സിൽ ഇവിടെ ലഭ്യമാണ്. ഇത് നമ്മുടെ പുൽക്കൂടിൽ വയ്ക്കുന്ന ഇൻസ്റ്റൻറ്റ് റെഡിമെയ്ഡ് ഗ്രാസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തെർമോക്കോളുള്ള ഡെക്കറേറ്റീവ് വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റാർസ് പല ടൈപ്പ് ഉണ്ട്. ഇത് നമ്മൾ കാണുന്നത് ക്രിസ്മസ് ബെൽസ് ആണ്. ക്രിസ്മസ് ബെൽസ് തന്നെ ക്രിസ്മസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ക്രിസ്മസ് ബെൽസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സിൽവർ കളറിലുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഗോൾഡൻ കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാന്റാക്ലോസിൻ്റെ ആ ഒരു ക്യാപ്പാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് പല സൈസിലുള്ള ക്യാപ്സ് നമുക്ക് ഇത് ഒരു പുതിയൊരു ഐറ്റമാണ്, ഞാൻ കാണാത്തൊരു ഐറ്റമാണ്. ഇത് യൂഷ്വലി ട്രീസിലും ഇപ്പോൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാങ്ങിങ് ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിസ്മസ് ട്രീസിലും അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റുന്ന ഐറ്റംസിൽ ഒന്നാണിത്. ഇത് മാത്രമല്ല ഉള്ളത്, പല കളേഴ്സിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ തന്നെ മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്. ഇത് സിംഗിൾ കളേഴ്സ് വരുന്നുണ്ട്. മജന്ത, അതുപോലെ തന്നെ ഗോൾഡൻ കളർ വരുന്നുണ്ട്. ഇത് ഒരു വേറൊരു ഐറ്റമാണ്, ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത്. ഒരു സ്മൈലി ടൈപ്പാണ്. ഇത് നമുക്ക് ട്രീയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ എവിടെ ഇത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. നിങ്ങൾ ഈ കാണുന്ന
ഐറ്റമാണ് ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത്. ഇതും ഡെക്കറേഷനിൽ, ക്രിസ്മസ് ഡെക്കറേഷൻസിൽ ഇന്ന് ഏറ്റവും അധികം മുൻപന്തി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ 2 ഐറ്റംസ് പരിചയപ്പെടുത്താം. ഇത് മെറി ക്രിസ്മസിൻ്റെ ഇതാണ്. അതുപോലെ ഇത് വന്നത് മെറി ക്രിസ്മസിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്, കുറച്ച് ക്രിസ്മസ് ബോൾസും വരുന്നുണ്ട്. ഇതൊരു പാക്കറ്റായിട്ടാണ്. അതേസമയം ഇത് ഒരു സിംഗിൾ പീസ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ക്രിസ്മസ് സ്റ്റാർസ് ഉണ്ട്, ക്രിസ്മസ് ബെൽസ് ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇത് പുതിയൊരു ഐറ്റമാണ്. നമ്മളിവിടെ നോക്കുമ്പം LED സ്റ്റാർസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു നമ്മൾ താഴേക്ക് വരുമ്പോൾ ഒരു റെയിൻഡിയറിൻ്റെ ഒരു LED സ്ട്രിപ്പ് LED ഇത് കാണുന്നുണ്ട്. പിന്നെ ഒരു കണ്ടെയ്നർ ടൈപ്പ് ഓഫ് ഒരു LED ഇത് ഐറ്റം കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പല ടൈപ്പ് ഓഫ് കളേഴ്സിലുള്ള, പല ഷെയ്ഡ്സിലുള്ള സ്റ്റാർസ് കാണുന്നുണ്ട്. എല്ലാം LED ടൈപ്സ് തന്നെയാണ്. നമ്മൾ ഈ ഒരു സമയത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇത് സാന്റാക്ലോസിൻ്റെ സ്റ്റിക്കാണ്. അതുപോലെ ഡെക്കറേഷൻ പേപ്പേഴ്സാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത് ഒരു കാലത്ത് തരംഗമായിരുന്നു, ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇൻസ്റ്റൻറ്റ് പുൽക്കൂട്. അപ്പം ഇത് ഒരു സെറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. നമ്മൾ തൊട്ട് അടുത്തോട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് പല ഷേപ്പിലുള്ള പുൽക്കൂടുകൾ കാണാം, പല കളേഴ്സിലുള്ള പുൽക്കൂടുകളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ വയ്ക്കുന്ന പുല്ലാണ് ഞാൻ നേരത്തെ കാണിച്ചത്, റെഡിമെയ്ഡ് പുല്ലാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതും പുൽക്കൂടിൻ്റെ ആ ഒരു സെറ്റ് തന്നെയാണ് കണ്ടോ. നമുക്ക് അതുപോലെ തന്നെ പുൽക്കൂട് ഐറ്റംസ് മാത്രമായിട്ടുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ആ ഒരു സെറ്റ് തന്നെ നമുക്കിവിടെ കിട്ടും കേട്ടോ. ആ പുൽക്കൂട് സെറ്റ് തന്നെ കിട്ടും. ഒരു പുൽക്കൂടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഒറ്റ പാക്കറ്റിലുണ്ട്. ഇതിവിടെ ലഭ്യമാണ് കേട്ടോ. മെറി ക്രിസ്മസിൻ്റെ വേറൊരു ഡെക്കറേറ്റീവ് പീസാണിത്. ഇതും ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ഹാങ്ങിങ് ഐറ്റംസ് ഇല്ലേ, അത് സിംഗിൾ കളറിൽ ഇതിൽ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഈ ഒരു സിംഗിൾ പീസായിട്ട് തന്നെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമ്മൾ ട്രീയിലിടുന്ന ഡ്രംസ്, ഗിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് ബെൽസ് ഉണ്ട്. ക്രിസ്മസ് ബെൽസ് തന്നെ പല ഷേപ്സിലുള്ളതുണ്ട്. മെറി ക്രിസ്മസ് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച തന്നെ ക്രിസ്മസ് ബോൾസ് തന്നെ മൾട്ടി കളേഴ്സിലുള്ളതുണ്ട്. ഇതൊരു പാക്കറ്റാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് ബെല്ലിൻ്റെ ഏറ്റവും വലിയൊരു ഫോമാണ്. ലാസ്റ്റ് ടൈം വരെ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇത്രയും വലിയൊരു ക്രിസ്മസ് ബോൾസ് കണ്ടിരുന്നില്ല. സോ ഐ തിങ്ക് ദിസ് ഇയർ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. LED സ്റ്റാർസും കാണാം. ഒരു സൈഡിലൂടെ നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ക്രിസ്മസ് ബോൾസിൻ്റെ ഏറ്റവും വലിയ ഫോമാണ് ഈ കാണുന്നത് കേട്ടോ. ജംബോ ബോൾ എന്ന് പറയും. ഇത് ഒരു പാക്കറ്റിൽ ഒരെണ്ണമാണ്, ഒരു കണ്ടെയ്നറിൽ ഒരെണ്ണമായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് ബോൾസ് ഈ ഒരു രൂപത്തിലുണ്ട്. അതുപോലെ തന്നെ ദാണ്ടതാ ഈ രൂപത്തിലും ഉണ്ട് കേട്ടോ. നമുക്ക് ട്രീയിലും അതുപോലെ തന്നെ ഡോസിലും ഒക്കെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ക്രിസ്മസ് ബെൽസിൻ്റെ ഒരു ഫോമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാണുമ്പോൾ ഒരു എലഗൻ്റൊക്കെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി ഇയറിങ്സും അല്ല എന്ന് വിചാരിച്ചു. കാരണം അത്രയും ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. പിടിക്കുമ്പോഴും നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറിൻ്റെ വേറൊരു ഇതാണ്. സിൽവർ ഗിൽറ്റ് പൊതിഞ്ഞ ഒരിതാണ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയറിൻ്റെ സ്റ്റിക്കറാണ്. അതുപോലെ മെറി ക്രിസ്മസിന് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റിക്കറും ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പുൽക്കൂട്, ഞാൻ നേരത്തെ കാണിച്ച റെഡിമെയ്ഡ് പുൽക്കൂടിൻ്റെ സെറ്റാണ്. മീൻസ് ഇതിനകത്ത് നമുക്ക് അകത്തുള്ള ഈ രൂപങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ്, ചെറുതും വലുതുമായ ഡ്രസ്സുണ്ട്. നമ്മൾ ഈ കാണുന്നത് ക്രിസ്മസ് ഫ്ലവേഴ്സാണ്. അതിൻ്റെ പല ഷേപ്സിലുള്ളതാണ്. മറ്റേത് നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ എവറി ക്രിസ്മസ് സീസൺസിൽ നമ്മൾ
ഇടുന്ന ഒരു ഹാങ്ങിങ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. എനിക്ക് പേര് എനിക്കറിയില്ല, പലതിൻ്റെ പേര് മറന്നു പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തൊരു സംഭവമാണിത്. ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു കാഴ്ച നോക്കിക്കുക, ആ ഒരു നാച്ചുറൽ ഫീൽ. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് തെർമോക്കോൾ ബോൾസാണ്, തെർമോക്കോളിൻ്റെ മിനി ബോൾസാണ് വീഴുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഇവിടെ സെയിലാണ് കേട്ടോ. ക്രിസ്മസ് ട്രീകളുടെ ആ ഒരു നൈറ്റ് വ്യൂ ഉണ്ടോ, ഇരുട്ട് തുടങ്ങിയപ്പോഴേ ഇത്രയും ഭംഗിയായി. നമ്മളതുപോലെ തന്നെ നമ്മളത് ഈ ഒരു ബോക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് ഡെക്കറേറ്റീവ് ഐറ്റംസാണ്, ഞാൻ എടുത്തു കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് മുഖംമൂടിയുണ്ട് കണ്ടോ. പല രീതിയിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട് തന്നെ. ഇനി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഈ കാണുന്ന ബോക്സുകളെല്ലാം തന്നെ ക്രിസ്മസ് ട്രീസ് ആണ്. പല ഹൈറ്റിലുള്ള ഡിഫറെൻറ്റ് ക്രിസ്മസ് ട്രീസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് LED ലൈറ്റുകളുടെ, സ്റ്റാറുകളുടെയും ലൈറ്റുകളുടെയും ഒക്കെ ഒരു ഇതാണ്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു. ഇതിപ്പോൾ നമ്മൾ ക്രസൻറ്റ് കളക്ഷൻസ് എന്നും പറഞ്ഞൊരു ഷോപ്പിൻ്റെ മുമ്പിലും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ക്രിസ്മസ് ട്രീസിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് പല ഹൈറ്റിലുള്ളത്. ഇപ്പം നിൽക്കുന്ന സമയത്ത് ഈ ഒരു സീരിയൽ ലൈറ്റ്സിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പല സൈസസിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്നെക്കാട്ടും വലിയ ഹൈറ്റിൽ തുടങ്ങിയിട്ട് കുഞ്ഞ് സൈസിൽ വരെയുള്ള ക്രിസ്മസ് ട്രീസ് വിത്ത് ഫാൻസി ലാംപ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീസിൽ നമ്മൾ കൊളുത്തുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീരിയൽ ലാംപ്സ് ആണ് ഈ കാണുന്നത്. സിംഗിൾ കളേഴ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സ് ഉണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നമ്മൾ ഈ സമയത്ത് വന്ന് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് ഒട്ടും ചോരാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ LED സ്റ്റാർസ് ഉണ്ട്, റിമോട്ട് കൺട്രോളേഴ്സിൽ വർക്ക് ചെയ്യുന്ന LED സ്റ്റാർസ് വരെ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. അഗെയിൻ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ പുൽക്കൂടിൽ വെക്കുന്ന രൂപങ്ങളുടെ ഒരു സെറ്റാണ്. ഇതിങ്ങനെ സെറ്റായിട്ട് തന്നെ ചെറുതുണ്ട്, വലിയ രൂപത്തിലുള്ളതുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആളാണ് സാന്റാക്ലോസ് എന്ന് പറയുന്നത്. സാന്റാക്ലോസിൻ്റെ പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള കുറേ ഡോൾസ് ഇവിടെ തൂക്കി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. നോക്കിക്ക് എന്താ ഭംഗിയല്ലേ. അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് ഞാൻ വന്നപ്പോൾ കണ്ട വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് ആണ്. വളരെ ഭംഗിയുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസായിട്ട് ബന്ധമില്ലെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഫ്ലവർ ഡെയിൽ എന്നും പറഞ്ഞൊരു ഷോപ്പാണ്. എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതുപോലെ ഫ്ലവർ വൈസസിൻ്റെയൊക്കെ ഒരു കമനീയമായിട്ടുള്ള ശേഖരമാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്ന ഒരു മെയിൻ താരമാണ് ഈ പേപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. പേപ്പറിൽ നമുക്ക് വാൽ നക്ഷത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്യോർലി പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലുള്ള സ്റ്റാർസ് ഉണ്ട്. അത് തന്നെ പല ഷേപ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ ഷേപ്പ് ഇൻ ദ സെൻസ് മീൻസ് പല സൈസിലാണ് കേട്ടോ, പല ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാർസ് ആണെന്നുള്ള രീതിയിലാണ്. ഷേപ്പ് എന്നുള്ള രീതിയിൽ ആരും തെറ്റിദ്ധരിക്കരുത്, പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇവിടെ നമുക്ക് വെള്ള വാൽനക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുമാത്രമല്ല പല ടൈപ്പ് ഓഫ് സ്റ്റാർസ് ഇവിടെ കാണുന്നുണ്ട്. നോക്കിക്കുക, ഒരു കോർണർ ടൈപ്പ് ഒരു പൂവിൻ്റെ ഷേപ്പിലുള്ള സ്റ്റാർ കാണുന്നുണ്ട്. അഗെയിൻ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ പേപ്പർ സ്റ്റാറുകളുടെ കളക്ഷനാണ് കേട്ടോ. അതും പല കളേഴ്സിൽ. എൻ്റെ കൊച്ചിലേക്കാന്ന് വെച്ചാൽ റെഡ് സ്റ്റാർ എൻ്റെ ഫാദറിന് ഭയങ്കര താല്പര്യമായിരുന്നു. ഇത് നമ്മുടെ മെറി ക്രിസ്മസിൻ്റെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സാന്റാക്ലോസിൻ്റെ ഒരു വലിയൊരു സ്റ്റിക്കർ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പോസ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. നോക്കിക്കുക, ഈ ഒരു നൈറ്റ് വിഷൻ കൂടെ വന്നപ്പോൾ സ്റ്റാർസിൻ്റെയും LED ലാംപ്സിൻ്റെയും സീരിയൽ സെറ്റ്സിൻ്റെയൊക്കെ ആ ഒരു ഭംഗി വളരെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഈ നൈറ്റ് വ്യൂവിൽ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ.
ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് ബെൽസ് തന്നെയാണ്, അതുപോലെ ക്രിസ്മസ് റീത്തുകൾ, അതുപോലെ തന്നെ കുഞ്ഞ് സ്റ്റാർസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഇതൊരു ലോക്കൽ ഒരു സെറ്റപ്പിലാണ്. കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനലിലെ ഈ വീഡിയോ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച ഈ ഒരു കാഴ്ച, വർണ്ണാഭമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു നാളുകൾ വളരെ തിരക്കുള്ള ഒരു സമയം തന്നെയാണ് എറണാകുളം മാർക്കറ്റ് റോഡും ബ്രോഡ്വേ എന്നൊക്കെ പറയുന്നത്. സോ ഇപ്പോൾ തന്നെ ഈ തിരക്ക് ഒഴിവാക്കി നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. കാരണം നല്ല രീതിയിൽ അടുത്തടുത്തുള്ള കടകളെല്ലാം തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്. Anyhow, we are winding up this episode. So see you guys in the another episode of Bright Navigator, presented by Smart Webin, Kochi's smartest and leading IT provider.